റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിട്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഞാൻ കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കട്ടെ. അതിന് ഏറ്റവും വേണ്ടത് എന്താണെന്ന് അറിയാമോ? പങ്കാളിയുടെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഉൾക്കൊണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ലൈഫിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം, പരസ്പരം ഈഗോ ഉണ്ടാവാതെ ഒന്ന് നോക്കുക. ഞാനാണ് വലുത് അല്ലെങ്കിൽ നീ ചെറുതാണ്, ഈ ഒരു ഈഗോ ഒരിക്കലും വരാതെ ശ്രദ്ധിക്കുക. പരസ്പരം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക, പരസ്പരം ക്ഷമിക്കാൻ പഠിക്കുക, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. നമ്മൾ നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ മാത്രമേ നമുക്കൊരു മെൻ്റൽ സ്ട്രെങ്തും നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ മൂന്നാമതൊരാളെ ഒരിക്കലും അതിൽ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക. അത്രയും ടോക്സിക്കായ റിലേഷൻസ് മാത്രം ശരീരം ഉപദ്രവിക്കുക അല്ലെങ്കിൽ അടി തരിക, കുട്ടികളെ അത് ബാധിക്കുക എന്നുള്ള കണ്ടീഷൻ വരണമെങ്കിൽ മാത്രം മൂന്നാമതൊരാളുടെ സേവനം തേടുക. അല്ലാതെ പരസ്പരം തുറന്ന് സംസാരിച്ച് നല്ല കേൾവിക്കാരാവുക, തുറന്ന് സംസാരിച്ച് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും കഴിയുന്നതും അന്നേ ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് സോൾവ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നമ്മുടെ സ്കൂൾ കാലം അല്ലെങ്കിൽ കോളേജ് കാലമാണ് എൻ്റെ ജീവിതത്തിലെ ഗോൾഡൻ പീരീഡ് എന്ന്. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ മാരേജിന് ശേഷമുള്ള ലൈഫ് എന്തുകൊണ്ട് ഗോൾഡൻ പീരീഡ് ആക്കിക്കൂടാ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്, ഒന്ന് കാണുക.